പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീട്ടിലെ സഭായോഗമായി ഞങ്ങൾക്ക് കടന്നു വരുവാൻ കർത്താവ് തന്ന വിലപ്പെട്ട സന്ദർഭത്തെ ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഞങ്ങളുടെ വീട്ടിലെ സഭായോഗം നിങ്ങൾക്ക് കൂടി അതിൻ്റെ വചന ശുശ്രൂഷ കേൾക്കുവാൻ ദൈവം നിങ്ങൾക്കൊരവസരം തന്നിരിക്കുന്നു. അത് വിലപ്പെട്ടതായിട്ട് കാണുക. ഈ കാലത്ത് പഥ്യവചനം, പഥ്യോപദേശം സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള, അല്ലെങ്കിൽ ദൈവരാജ്യം പ്രാപിക്കാനുള്ള, അല്ലെങ്കിൽ നിത്യത പ്രാപിക്കാനുള്ള, നിത്യജീവൻ പ്രാപിക്കാനുള്ള വചനങ്ങൾ വളരെ ദുർലഭമാണ്. ചെറിയ ഒരു ശേഷിപ്പ് മാത്രമേ അതൊക്കെ അങ്ങനെയുള്ള വചനങ്ങൾ പ്രസംഗിക്കുന്നുള്ളൂ. ഇന്നലെ ഞാനൊരു പാസ്റ്ററിൻ്റെ പ്രസ്താവന കേട്ട് ഞെട്ടിപ്പോയി. അദ്ദേഹം അനുഗ്രഹീതനായ ഒരു ദേവദാസനാണ്, നന്നായി വചനമൊക്കെ പറയുന്ന ഒരു ഭക്തനായ മനുഷ്യനാണ്. അദ്ദേഹം കുറേ പാസ്റ്റർമാരോട് ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ കർത്താവിൻ്റെ വരവിനെ കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും ഒക്കെ പ്രസംഗിക്കാറുണ്ടോ? ഞങ്ങൾ അങ്ങനെ പ്രസംഗിക്കാറേ ഇല്ല. കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പ്രസംഗിക്കാറുണ്ടോ? ഞങ്ങളങ്ങനെ പ്രസംഗിക്കാറേ ഇല്ല. അപ്പോൾ ചോദിച്ചു, എന്താ കാരണം? അത് കർത്താവിൻ്റെ വരവ് മഹോദരകാലത്തിന് മുമ്പുണ്ടാകുമോ മഹോദരകാലം കഴിഞ്ഞുണ്ടാകുമോ എന്നുള്ളതൊന്നും ഒരു വ്യക്തതയില്ല. പിന്നെ എന്തിനാണാവോ പുസ്തകം എടുത്തുകൊണ്ട് ഇങ്ങനെ പ്രസംഗിക്കാനായിട്ട് ശുശ്രൂഷകന്മാരാണെന്ന് പറഞ്ഞ് നടക്കുന്നത്? വചനത്തെക്കുറിച്ചൊരു വ്യക്തതയില്ലെങ്കിൽ ദൈവം അവനെ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വചനത്തെക്കുറിച്ച് വ്യക്തമായ കൃത്യമായ ഒരു കാഴ്ചപ്പാട്, ഒരു വെളിപ്പാട് ലഭിക്കാതെ പോയാൽ നമ്മളെ പ്രസംഗങ്ങളും ശുശ്രൂഷകളും എല്ലാം ജനത്തെ നാശത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൗലോസ് തിമോഥെയോസിനോട് പറയുന്ന വേദഭാഗങ്ങൾ നമ്മൾ സുസൂക്ഷ്മം പഠിക്കേണ്ടതാണ്. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സഹതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്ന നിൽപ്പാൻ ശ്രമിക്കാം. അപ്പം യഥാർത്ഥമായി പ്രസംഗിക്കാം, വളച്ചൊളിച്ച് പ്രസംഗിക്കാം, കാശിന് പ്രസംഗിക്കാം, കസേരയ്ക്ക് പ്രസംഗിക്കാം, പേരെടുക്കാൻ പ്രസംഗിക്കാം, പലതിനും പ്രസംഗിക്കാം. ഇന്നിപ്പോൾ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ. കൂടുതലും ഭൗതികത്തിന് വേണ്ടിയ പ്രസംഗങ്ങൾ. ഒരു സെൻട്രൽ ഗവൺമെൻറ് ജീവനക്കാരൻ ജീവിക്കുന്ന പോലെയാണ് ഇന്ന് പാസ്റ്റർമാരിൽ നല്ലൊരു ശതമാനം ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് തെറ്റല്ല. ജീവിച്ചോട്ടെ, എനിക്കതിനെതിരൊന്നുമില്ല. പക്ഷെ ഇവർ തങ്ങളുടെ കയ്യിലുള്ള ആടുകളെ എങ്ങനെ നടത്തുന്നു? കർത്താവിന് ഒരു വേണ്ടി ഒരുക്കുന്നു, നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്നു. ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തുന്നു. നീ നിന്നെ സൂക്ഷിക്കാൻ്റെ ഉപദേശം സൂക്ഷിക്കുക, അങ്ങനെ ഇതാൽ നീ നിന്റെ പ്രസംഗം കേൾക്കുന്നവരെ രക്ഷിക്കും. അപ്പോൾ എന്തായിരിക്കണം പ്രസംഗം? ഉപദേശമായിരിക്കണം. നിന്നെ സൂക്ഷിക്കണം, പ്രാസംഗികൻ അവനെ സൂക്ഷിക്കണം, ഉപദേശത്തെ സൂക്ഷിക്കണം. അങ്ങനെ ചെയ്താലേ നിനക്കും രക്ഷയുള്ളൂ, വചനം കേൾക്കുന്നവർക്കും രക്ഷയുള്ളൂ. അപ്പോൾ പ്രസംഗം എന്തായിരിക്കണം? ഉപദേശം പ്രസംഗിക്കണം. ഉപദേശം പ്രസംഗിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് സംസാരിക്കുന്നത് പോലെ. എൻ്റെ വചനത്തിൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീൻ്റെ വാക്കുകളിലല്ല, ആത്മാവിൻ്റെ ശക്തിയും പ്രസംഗത്താൽ അത്രയായിരുന്നത്. അപ്പോൾ പ്രസംഗത്തിൻ്റെ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ തെറ്റായ ദിശയിലൂടെ ജനത്തെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. യെശയ്യാപ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം ഇപ്പോൾ ഇവിടെ വായിക്കും. യെശയ്യാവ് 3:12. അത് എല്ലാ വചന പ്രഘോഷണ സമയത്ത് വായിച്ചാലും തെറ്റല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഒന്ന് കേട്ടുകൊണ്ടൊന്നും നിങ്ങൾക്ക് മടുപ്പുണ്ടാകണ്ട. കേട്ട് ആ വചനത്തിൻ്റെ മർമ്മം ശരിക്കും ഗ്രഹിക്കുക. യെശയ്യാപ്രവചനം 3:12 വാക്യം വളരെ ശ്രദ്ധേയമായ വാക്യം. വായിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എൻ്റെ ജനമേ, കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു. ശുശ്രൂഷ ചെയ്യേണ്ടത് ആരാ? ഇങ്ക എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുഞ്ഞുങ്ങളല്ല ശുശ്രൂഷ ചെയ്യേണ്ടത്. നമുക്കറിയാം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മുട്ടയെന്ന് വിരിയാത്ത കൊച്ചുങ്ങൾ, അതായത് പിച്ച വെച്ചിങ്ങനെ നടന്നൊരു പരുവത്തിൽ പോവുക, ഭയങ്കര പ്രസംഗമാണ്. അതിന് ഇവിടുത്തെ തലമൂത്ത ആത്മീകർ പോലും
അവർക്ക് പേരിട്ട് കൊടുത്തു, ഭയങ്കര ശുശ്രൂഷ എന്ന്. അതൊക്കെ ചില കൊച്ചുകളിൽ ചില പ്രത്യേക സ്വഭാവങ്ങൾ കാണുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ല ദൈവമൊന്നും അവരെ ആക്കി വെച്ചിട്ടില്ല. ദൈവം ആക്കി വെച്ചവരാണെങ്കിൽ ഇന്നവർ കണ്ടേനെ, ഇന്നവർ ആത്മീയ കോളത്തിൽ ലോകത്തുണ്ടോ എന്ന് തന്നെ അറിയത്തില്ല. അവർ കുറെ കാശുണ്ടാക്കി. ഇതൊക്കെ സാത്താൻ്റെ കുറെ ചെപ്പടി വിദ്യകളാണെന്നേ. നമ്മളെക്കാൾ വചനം സാത്താൻ അറിയത്തില്ല, പിന്നെന്താ വിചാരിക്കുന്നു? നല്ല കഥ. സാത്താൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. വെളിച്ച ദൂതനെ പോലെ ഇറങ്ങി വന്ന് നല്ല ദൂതനായിട്ട് അവൻ പ്രവർത്തിക്കുക. അത് ആരും തിരിച്ചറിയുന്നില്ല. പിശാചിൻ്റെ സംഹാര താണ്ഡവം ഇന്ന് ആത്മീയ കോളത്തിൽ ശക്തമായി നടന്നുകൊണ്ടിരിക്കുക. ദൈവവചന വ്യവസ്ഥ പ്രകാരം നമ്മൾ ആ ശുശ്രൂഷകളെ വിവേചിക്കുകയും തിരിച്ചറിയുകയും ചെയ്തില്ലെങ്കിൽ നമ്മളും അതിൽ കുടുങ്ങിപ്പോകും. അതുകൊണ്ട് ജാഗ്രതയുള്ളവരായിരിക്കുക. ഹല്ലേലൂയ. അവൻ ചിലരെ അപ്പോസ്തലന്മാരാക്കി. ഇന്ന് രാവിലെ ആ വാക്യം എൻ്റെ ഉള്ളത്തിൽ വന്നു. അതുകൊണ്ടാണ് അത് പറയാനായിട്ട് ഇപ്പോൾ പ്രേരണയും കിട്ടിയത്. അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ സുവിശേഷകന്മാരായി, ചിലരെ ഇടയന്മാരായി നിയമിച്ചിരിക്കുന്നു. ദൈവം നിയമിച്ച ഒരു കൂട്ടം ശുശ്രൂഷ വൃന്ദങ്ങൾ ദൈവസഭയിലുണ്ട്. ഇന്ന് അങ്ങനെയുള്ള ഗ്രൂപ്പ് ഉണ്ടോ സഭയിൽ? എന്തിനാണ് നിയമിച്ചത്? അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമൃദ്ധമായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ ദാസാനുള്ള ശുശ്രൂഷ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയ വർധനവിനുമാകുന്നു. ദൈവം എന്തിനാ ശുശ്രൂഷകന്മാരെ ദൈവസഭയെ നിയമിച്ചിരിക്കുന്നത്? എല്ലാവരും വിശ്വാസത്തിൽ ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയിൽ തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവ് 4 കൂട്ടുകാരും ഒരുപോലെ പ്രാപിക്കണം. ക്രിസ്തുവിൻ്റെ ശരീരമാം സഭയുടെ ആത്മീയ വർധനവിനാണ് ശുശ്രൂഷകന്മാരെ, അല്ലാതെ ധനസമ്പാദനമല്ല. ഹല്ലേലൂയ. അത്ഭുതം കാട്ടാനല്ല, അടയാളം കാട്ടാനല്ല. ഈ അത്ഭുതം കാണിക്കലും അടയാളം കാണിക്കലൊക്കെ ഇന്ന് വർദ്ധിച്ചു വരിക. അത് നമ്പർ 1 സാത്താൻ്റെ പരിപാടിയാണെന്ന് വചനത്തിലൂടെ ഞാൻ തെളിയിച്ചു തരാൻ ഇപ്പോൾ അതിനുവേണ്ടി സമയമെടുക്കുന്നില്ല. അത്ഭുതം അടയാളങ്ങളൊക്കെ കർത്താവ് ചെയ്യും. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അത്ഭുതം കാണിച്ചു അടയാളം കാണിച്ചൊന്നും ആരെയും വശംവദരാക്കരുത്. അത് വ്യവസ്ഥയല്ല. വചനം പ്രസംഗിച്ചവരെ നടത്തുക, അതാണ് വേണ്ടത്. എന്ത് പ്രസംഗിക്കണമെന്ന് അറിയാത്തവൻ എന്തും പ്രസംഗിക്കും, എന്ത് ചെയ്യണമെന്ന് അറിയാത്തവൻ എന്തും ചെയ്യുമെന്ന് ഞാൻ സാധാരണ പറഞ്ഞതുപോലെ ഞാൻ പിന്നെയും അത് റിപ്പീറ്റ് ചെയ്യുക. ദൈവം അങ്ങക്ക് വെച്ച ശുശ്രൂഷകന്മാരുടെ ശുശ്രൂഷയേറ്റ് വിശ്വാസത്തിൽ 1, ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യത 2, 3 തികഞ്ഞ പുരുഷത്വം 4 ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണമായ പ്രായത്തിൻ്റെ അളവ്. ഇത്രയും കാര്യങ്ങൾ കുറഞ്ഞ പക്ഷം അവർക്ക് ഉണ്ടാകണം. അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ 14 വാക്യം ഒന്ന് വായിച്ചേ. എഫേസ്യർ 4:14. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോവാൻ തക്കവണ്ണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞൊള്ളുന്ന ശിശുക്കളായിരിക്കാതെ 95% ആത്മീകരെന്ന് പറയുന്നവർ ആത്മീക ശിശുക്കളാണ്. ശുശ്രൂഷകന്മാരിൽ ഏറിയ പങ്കും ആത്മീക ശിശുക്കളാണ്. പാസ്റ്ററിന് അങ്ങനെ അറിയാം. അവരുടെ പ്രസംഗം അവതരിച്ച് പഠിച്ചാൽ അറിയാം, അവരുടെ ചെയ്തികൾ കണ്ടാൽ അറിയാം. ഈ ശിശു എന്ന് പറയുമ്പോൾ 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ചിന്ത വരണം. ശിശു ആരാ? ജഡികൻ, ജഡപ്രകാരം നടക്കുന്നവൻ, ആത്മാവില്ലാത്തവൻ, ആത്മ നടത്തിപ്പില്ല, ആത്മ സ്വഭാവമില്ല, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നില്ല, ആത്മ ഫലങ്ങളില്ല. ഒക്കെ ശിശുക്കളാ, കുഞ്ഞുങ്ങളാ സഭയെ നടത്തുന്നേ. എൻ്റെ ജനമേ, ശിശുക്കൾ അവരെ വാഴുന്നു. യശയാപ്രവചനത്തിൽ അടുത്തെന്താ മറിച്ചുള്ള ഞാൻ ഭാഗം, ശിശുക്കൾ അവരെ വാഴുന്നു. യശയാവ് ഈ 2 ഭാഗം പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം. 3:12 ശിശുക്കൾ അവരെ വാഴുന്നു. അടുത്ത കുട്ടികൾ അവരെ പീഡിപ്പിക്കും. കുട്ടികളാ, സ്ത്രീകൾ അവരെ വാഴുന്നു, കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു. സ്ത്രീകൾ വാഴുന്നു, സഭയെ സ്ത്രീകൾ വാഴുക. സഹോദരിമാര്, നമ്മളിപ്പോൾ വായിച്ച എഫേസ്യർ 4:11 വാക്യത്തിൽ
പുരുഷന്മാരാണ് ശുശ്രൂഷ ചെയ്യേണ്ടത്, സ്ത്രീകളല്ല. സ്ത്രീകൾക്ക് ശുശ്രൂഷ ഇല്ല പുതിയ നിയമത്തിൽ. അത് തെളിയിക്കാൻ എനിക്ക് കഴിയും. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, എൻ്റെ വിഷയം അതല്ല. സ്ത്രീ പ്രസവിച്ച് മക്കളെ വളർത്തി ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കട്ടെ, ഭർത്താവിന് ഭയപ്പെട്ടിരിക്കട്ടെ. ഇതാണ് പുതിയ നിയമം തരുന്ന പഠനം. ഇതൊന്നും പലയിടത്തും ഇല്ല, നേരെ തിരിഞ്ഞൊക്കെ പോയേക്കണേ. എൻ്റെ ഒരു കൂട്ടുസാറിനുണ്ടായിരുന്നു, എനിക്ക് പുള്ളിയോടുള്ള വഴക്ക് അത് തന്നെയായിരുന്നു. അച്ചി പറയുന്നത് കേട്ട് മുമ്പോട്ട് പോകുന്ന നിന്നെ ദൈവസഭയ്ക്ക് കൊള്ളത്തില്ലെന്ന് ഞാൻ പുള്ളിയോട് മുഖത്ത് നോക്കി പറയും. നിനക്ക് നിൻ്റേതായ അഭിപ്രായമില്ല, കഠിനാധ്വാനം ചെയ്യുന്ന സഹോദരനാണ്. അച്ചി പറയുന്നതിനപ്പുറം പോകത്തില്ല. അത് ദൈവസഭയ്ക്ക് ഭൂഷണമല്ല. കാരണം ഭർത്താവിൻ്റെ ഭാര്യയുടെ തലയാണ് എൻ്റെ ഭർത്താവ്. സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷൻ്റെ തല ക്രിസ്തു, ക്രിസ്തുവിൻ്റെ തല ദൈവം. ഈ ഓർഡർ തെറ്റിക്കാൻ പാടില്ല. ഓർഡർ തെറ്റിച്ചു കഴിഞ്ഞാൽ സകലതും പോയി. ഇന്നിപ്പോൾ ഓർഡറും ഇല്ല, വ്യവസ്ഥയിലെ എല്ലാ കുറ്റിയും പറിച്ച് നശിപ്പിച്ചിട്ടുള്ള പോക്കാ പോകുന്നേ. അതിര് വരുമ്പോഴൊക്കെ ലംഘിച്ചുകൊണ്ടുള്ള പോക്കാ. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ വിട്ടു പോകുന്ന ഒരുത്തിനും ദൈവമില്ല. അതിലൊക്കെ തെറ്റിച്ച് വിവിധമായ നിലയിലുള്ള പോക്കാ പോകുന്നേ. വീട് പണിയാനായിട്ട് വസ്തു വാങ്ങി വീട് പണിയുമ്പോൾ അതിര് തിരിക്കും. ബുദ്ധിയുള്ളവർ ചെയ്യുന്നത് അതിര് തിരിച്ച് മതിൽ കെട്ട് ഗേറ്റും വയ്ക്കും. ഇത് പ്രശ്നമില്ല. നമ്മുടെ ചില പ്രാർത്ഥനക്കാരുണ്ട്, അതിര് മാന്തുന്നവരുണ്ട്. 2 ഇഞ്ച് മാന്തും, പിന്നെ 4 ഇഞ്ച് മാന്തും, പിന്നെ 6 ഇഞ്ച് മാന്തും, 10 ഇഞ്ച് മാന്തും. മാന്തി കുറ്റി മാറ്റിയത് കഴിഞ്ഞ് ഭക്തന്മാരുടെ കാര്യമായി പറയുന്നത്. എനിക്ക് അങ്ങനെ അറിയാവുന്ന ഒത്തിരി പേരുണ്ട്. അവരൊക്കെ വലിയ വലിയ വിശ്വാസികളാണ്. പക്ഷെ അതിര് മാന്തലാണ് പണി. കാരണം ഒന്നു വെച്ചാലേ, ഈ വചനത്തിൻ്റെ വ്യവസ്ഥ എന്താണെന്നും ഉപദേശം എന്താണെന്നും ദൈവസഭ എന്താണെന്നും ദൈവസഭയുടെ ശിശുവന്മാരെന്താണെന്നും അവർ പറയുന്ന വചനത്തിൻ്റെ വ്യവസ്ഥ എന്താണെന്നുള്ള യാതൊരു തിരിച്ചറിവില്ലാത്ത ഒരു വലിയ സമൂഹമായി നമ്മുടെ ദൈവസഭ അധപ്പതിച്ചു പോയി എന്ന് പറയുന്നതിൽ വലിയ വേദനയുണ്ട്. പിന്നെ ആശയപ്രവണത്തിൻ്റെ ബാക്കി ഭാഗം വായിച്ചേ. കുട്ടികളവരെ പീഡിപ്പിക്കുന്നു, സ്ത്രീകളവരെ വാഴുന്നു, നടത്തുന്നവർ നിന്നെ വഴിതെറ്റിക്കുന്നു. ഇത് ഞാനല്ല പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച്, യേശുക്രിസ്തു ജനിക്കുന്നതിന് സുമാർ 500-600 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ച മഹാനായ യെശയ്യാ പ്രവാചകൻ മരക്കഷ്ണത്തോടുകൂടി ചേർത്ത് വെച്ച് ശത്രുക്കൾ അവനെ അറുത്തു കൊന്നു എന്നാണ് ചരിത്രം. അവനൊരു ദൈവമനുഷ്യനായിരുന്നു. ക്രിസ്തുവിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രവചിച്ചൊരു പ്രവാചകനാണ്. മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 സുവിശേഷങ്ങൾ വേദപണ്ഡിതന്മാർ ഇങ്ങനെ പഠിപ്പിക്കുന്നു. യെശയ്യാവ് ഒരു 5ാം സുവിശേഷം. കാരണം ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഉയർപ്പിനെ കുറിച്ചുമൊക്കെ മനോഹരമായി പ്രതിപാദിക്കുന്ന ഒരു പഴയ നിയമ പ്രാവചനിക ഗ്രന്ഥമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. ഹല്ലേലൂയ. ആ യെശയ്യാവാണ് പറയുന്നത്, സ്ത്രീകൾ അവരെ പീഡിപ്പിക്കുന്നു, അല്ല, കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു, സ്ത്രീകൾ അവരെ വാഴുന്നു. ഇന്ന് ആത്മീയ ശിശുക്കൾ സഭയെ ഭരിക്കാൻ ഇറങ്ങിയിരിക്കുക. തെക്കും വടക്കും അറിഞ്ഞുകൂടാത്തവനൊക്കെ. ദൈവസഭ എന്താണെന്നും ഉപദേശം എന്താണെന്നും ശുശ്രൂഷകന്മാർ എന്താണെന്നും ഓരോ ശുശ്രൂഷകന്മാരുടെ പ്രവൃത്തി എന്താണെന്നും നമ്മൾ ഓരോരുത്തരും അവയവം ക്രിസ്തുവിൻ്റെ അവയവമാണ്. ആ അവയവത്തിന് അവൻ്റെ പ്രവൃത്തിയുണ്ട്. തോന്നുന്ന പോലെ പ്രവർത്തിക്കാനും തോന്നുന്ന പോലെ പ്രസംഗിക്കാനും തോന്നുന്ന പോലെ ചെയ്യാനൊന്നും വ്യവസ്ഥയില്ല. എല്ലാത്തിനും വ്യവസ്ഥയുണ്ട്. പുതിയ നിയമസഭയ്ക്കൊരു പ്രമാണമുണ്ട്, വ്യവസ്ഥയുണ്ട്. അത് വിട്ടൊന്നും ആരും ഒന്നും ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ അവസാനം അങ്ങ് ചെല്ലത്തില്ല. കുട്ടികളവരെ പീഡിപ്പിക്കുന്നു, സ്ത്രീകളവരെ വാഴുന്നു. അടുത്ത് നടത്തുന്നവർ നിങ്ങളെ തെറ്റിച്ചു കളയുന്നു. പിന്നടുത്ത് നീ നടക്കേണ്ടുന്ന വഴി, അപ്പം നടക്കേണ്ടുന്ന വഴി അവരെ നശിപ്പിച്ചു കളയുന്നു. ഇസ്രായേൽ മക്കൾ നടക്കേണ്ടുന്ന വഴിയും അവരുടെ വ്യവസ്ഥകളൊക്കെ ആരും നശിപ്പിച്ചു? ശാസ്ത്രിമാരും പരീശന്മാരും നശിപ്പിച്ചു. അപ്പോഴാ കർത്താവ് രൂക്ഷമായിട്ട് ഇടപെട്ടെ. മോശയുടെ പീഠത്തിലേക്ക് ഇരിക്കുന്ന, മോശയ്ക്ക് പ്രമാണം അനുസരിക്കേണ്ട ജനത്തെ അവരെന്ത് ചെയ്തു? തെറ്റായ നിലയിൽ നടത്തി. കടലും കരയും നടന്ന് ഒരുത്തനെ മതത്തിൽ ചേർത്തിട്ട് ഇരട്ടിച്ച് നരകത്തിന് യോഗ്യനാക്കി തീർത്തു എന്നല്ലേ കർത്താവ് പറഞ്ഞത് അവരോട്. ഇന്നും ഏതാണ്ടൊക്കെ ആ പരുവത്തിൽ കിടക്കുക.
അത് പറയുമ്പോഴേ എന്നെ കല്ലെറിയുന്നത്. കല്ലെറിഞ്ഞോട്ടെ. ശരിയായി ദൈവവചനം പ്രസംഗിച്ച് സഭയെ പ്രബോധിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നവൻ പറയുന്നത് ദുരുപദേശവും, വചനത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നതൊക്കെ നല്ല ഉപദേശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ഒരു സഹപ്രവർത്തനമുണ്ട്, അദ്ദേഹം പക്ക ഉപദേശമാണ് പറയുന്നത്, അപ്പോസ്തല ഉപദേശം. അപ്പോൾ പാസ്റ്റർമാർ അനേകർ പറയുന്നത് നിങ്ങൾ ദുരുപദേശിയാണ്. പുള്ളി പല സഭകളിലും കേറ്റാറില്ല. ഏറ്റണ്ട, ഏറ്റിയില്ലെങ്കിൽ നിത്യജീവൻ്റെ വചനങ്ങളും നിത്യജീവൻ്റെ ഉപദേശങ്ങളും അവർക്ക് കിട്ടത്തില്ല, അത്രേ ഉള്ളൂ. വേറെന്ന ഇവിടെ പത്യവചനം, പത്യോപദേശം ദൈവസഭയ്ക്ക് ലിഖിതമായൊരു പ്രമാണമുണ്ട്. ആ പ്രമാണം സഭയെ പഠിപ്പിക്കണം. പഠിപ്പിച്ചവരെ എന്ത് ചെയ്യണം? നിത്യജീവനിലേക്ക് നടത്തണം. നിത്യജീവനിലേക്ക് നടത്തണം. ഇപ്പോഴുള്ള ജീവൻ എത്ര വയസ്സുണ്ട് പാസ്റ്റർ? എത്ര നാളുണ്ട് പാസ്റ്ററെ? 60 70 സംവത്സരം എന്ന് മോശ പറഞ്ഞു. 120 ഉണ്ടായിരുന്നു. പാപം ചെയ്തപ്പോൾ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 5-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളിൽ മതിശലേഖ് എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു. 969 വയസ്സ്. തങ്ങൾക്ക് ബോധിച്ചതുപോലെ ജനം നടന്നപ്പോൾ ദൈവം ആയുസ് എന്ത് ചെയ്തു? 120 വർഷമാക്കി. ഇതൊന്നും ഭക്തന്മാർ അറിയുന്നില്ല. ഇപ്പോൾ 120 പോയിട്ട് ഇപ്പോൾ 70 വന്നിരിക്കുക. പലർക്കും കൂടിയും കുറഞ്ഞുമൊക്കെ കിട്ടുന്നുണ്ട്. എനിവേ ആവറേജ് 70-80 സംവത്സരം നമ്മൾ ജീവിക്കും. ഇത്രയും നാളിനുള്ളിൽ ദൈവേഷ്ടം ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവവഴിയിലൂടെ നടന്ന് ശുശ്രൂഷകന്മാരാണെങ്കിൽ തങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ജനത്തെ ദൈവവചനം പ്രസംഗിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കണം. അല്ലാതെ 10% തരുന്നവർ 20% തരണമെന്നും, പിന്നെ എനിക്ക് കാറില്ല, നിങ്ങൾ എനിക്ക് കാറ് മേടിച്ച് തരണമെന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശശുദ്ധി ഇനിയെങ്കിലും പ്രബുദ്ധരായ വിശ്വാസികൾ തിരിച്ചറിയുക. ചതിക്കുഴികളെ തിരിച്ചറിയുക. സർപ്പം ഹവ്വായ ഉപായത്തിൽ ചതിച്ചതുപോലെ ചതിച്ചുകൊണ്ടിരിക്കുന്ന ചതികളെ തിരിച്ചറിയുക. ഇല്ലെങ്കിൽ എന്താ പറ്റും? ലൂക്കോസ് 16 പോയി കിടക്കേണ്ടി വരും. ഒരു ധനവാൻ കിടപ്പുണ്ട് അവിടെ. വെള്ളം കിട്ടിയില്ല, സഹോദരനടുക്കൽ യോഗം നടത്താൻ ആളെ വിട്ടില്ല, ചോദിച്ചതൊന്നും കിട്ടിയില്ല. കോടാനുകോടി വർഷം യാതന അരിച്ച് തീജ്വാലയിൽ കടന്ന് വെള്ളം കുടിക്കാതെ കിടക്കേണ്ട ഗതികെട്ട അവസ്ഥ വരുമെന്ന് ഈ സാധു ഉപദേശി ഒരു മുന്നറിയിപ്പ് തരിക എന്നെ കേൾക്കുന്ന ദൈവമക്കൾക്ക്. ഹല്ലേലൂയ. എൻ്റെ ഇന്നത്തെ വിഷയം നിത്യജീവൻ എന്നുള്ളതാണ്. നിത്യജീവൻ, എവർലാസ്റ്റിംഗ് ലൈഫ്, നിത്യമായ ജീവൻ. അതിലേക്ക് വേണ്ടി ഒരു വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-27 വാക്യം. 6-ാം അധ്യായമായിരുന്നു ഞങ്ങൾ ഇന്ന് വായിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നത്. അതിൽ നിന്നാണ് ചില കാര്യങ്ങൾ പ്രസംഗിക്കാൻ മറ്റു പല വാക്യങ്ങൾ ലിങ്ക് ചെയ്ത് തമ്മിൽ ഇണവാക്യങ്ങളെല്ലാം ചേർത്ത് നിത്യജീവൻ എന്നുള്ള വിഷയം ഒരു ചെറിയ പഠനത്തിലേക്ക് നടത്താനാണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. പഠനം നടത്താനാണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ നമുക്ക് കേട്ടുകൊണ്ടിരിക്കാം. യോഹന്നാൻ 6:27. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പിക്കും. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അതിനെ പിതാവാം ദൈവം മുദ്രയിട്ടിരിക്കുന്നു. അവനെ പിതാവാം ദൈവം മുദ്രയിട്ടിരിക്കുന്നു. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവന് വേണ്ടി നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് പ്രവർത്തിപ്പേൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അവനെ പിതാവാം ദൈവം മുദ്രയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. നശിച്ചു പോകുന്ന ആഹാരം. നമ്മൾ കഴിക്കുന്ന ഈ ഭക്ഷണം നമ്മുടെ പുറമേയുള്ള മനുഷ്യനുള്ളതാണ്. നമ്മുടെ അകമേയുള്ള മനുഷ്യന്റെ ആഹാരം ഈ ദൈവവചനമാണ്. വചനം ഭക്ഷിക്കുകയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് ആരാധിച്ച് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ പാനം ചെയ്യുകയും ദൈവവചനം ഭക്ഷിക്കുകയും ചെയ്യുക. ഇങ്ങനെ ഒരു മനുഷ്യൻ വളരുന്നത് ആത്മീകമായി. 3 നേരം മൂക്കുപൊട്ട തിന്നാനായിട്ട് നമ്മൾ ആരും മറക്കാറില്ല. 3 നേരം ഒരു 10 അധ്യായം വെച്ച് വായിക്കാൻ നമുക്ക് പറ്റുമ്പോൾ മനസ്സുണ്ടോ? ഞാൻ കൃപയാ ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ചിന്ത. ഇന്നും ചെയ്തുകൊണ്ടിരിക്കുക. രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം അല്പം വചനം ധ്യാനിച്ച് പ്രാർത്ഥിക്കും. ചില സമയത്ത് നടക്കാറില്ല, അതും പറയാം. പ്രത്യേക സാഹചര്യങ്ങളിൽ തിരക്കുണ്ടെങ്കിൽ നടക്കില്ല. എന്നാൽ പതിവായിട്ട് മിക്കവാറും അത് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഇതെൻ്റെ ആത്മീക മനുഷ്യൻ്റെ ആഹാരമായി വചനം.
ഈ വചനത്തെ വികൃതമാക്കി വികലമാക്കി കോട്ടിക്കളഞ്ഞ് കൂട്ടുചേർത്ത് മറിച്ച് കളഞ്ഞ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ എത്രയോ വർഷങ്ങളായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. തന്നിമിത്തം വിശ്വാസികളെല്ലാം ആത്മീകമായി മരിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മീകമായി, ഭൗതികമായ ഒരു നല്ല വണ്ണവും നല്ല പൊക്കവും നല്ല വിദ്യാഭ്യാസവും നല്ല സുന്ദരന്മാരായി സുന്ദരിമാരായിട്ടൊക്കെ ഈ ലോകത്ത് ജീവിക്കും. പക്ഷേ ആത്മീകമായി ആത്മീക ദാരിദ്ര്യത്തിലും ആത്മീക കുരുടിലും ആത്മീക നഗ്നതയിലും കിടന്ന് ലബോദിക്ക പരുവത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഇത് പലർക്കും ഇഷ്ടമാണ്, പലർക്കും ഇഷ്ടമല്ല. ഞാനത് നോക്കാറില്ല. എല്ലാവരെയും സന്തോഷിപ്പിക്കാനും എല്ലാവർക്കും ആനന്ദം തരുന്ന വചനങ്ങളൊന്നും പറയാൻ എന്നെക്കൊണ്ടാവില്ല. എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ അത് നിറപടിയായി ചെയ്യുക എന്നുള്ളതാണ് കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. യേശുക്രിസ്തു വചനം പ്രസംഗിച്ചപ്പോൾ എങ്ങനെയാണ് പ്രസംഗിച്ചത്? കർത്താവിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ഭാഗത്ത്. മത്തായി 22:16 ഒന്ന് വായിച്ചേ. മത്തായി 22:16. ഹല്ലേലൂയ. 22:16 വായിക്കാം. ഗുരു 22:16. വേദപുസ്തകം എടുത്തുള്ള പരിചയക്കുറവാണ് ഈ വായിക്കാൻ താമസം. നീ സത്യവാൻ, ഗുരു നീ സത്യവാനും ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനും മനുഷ്യരുടെ മുഖം നോക്കാത്തവനും ആകെയിൽ ആരെയും ശങ്കയില്ലാത്തവനും ഞങ്ങൾ അറിയുന്നു. ഇനി അത് അതേ വാക്യം തന്നെ മർക്കോസ് 12:14 അതുകൊണ്ട് ഇത് വായിക്കാം. മർക്കോസ് 12:14. ഇതൊക്കെ നമ്മൾ ഹൃദയത്തിൽ കുറിച്ചിടേണ്ട വാക്യങ്ങളാണ്. ഗുരു നീ മനുഷ്യരുടെ മുഖം നോക്കാതെ ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനും നീ സത്യവാനും ആരെയും ഗണ്യമാക്കാത്തവനും എന്ന് ഞങ്ങൾ അറിയുന്നു. മനസ്സിലായില്ലേ? ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുക, വളച്ചും പൊളച്ചും ഒക്കെ പഠിപ്പിക്കുക. ഇന്നത് നടന്നുകൊണ്ടിരിക്കുക. 10 ചക്രം കൈ വരണമെങ്കിൽ വളച്ച് പൊളിച്ചൊക്കെ പഠിപ്പിക്കണം, കോട്ടിക്കളയണം, കൂട്ടുചേർക്കണം, മറിച്ച് കളയണം. അപ്പൊ ചക്രം കൂടുതൽ കിട്ടും. അവസാനം അതിൻ്റെ കൂടെ പണ്ട് പ്രവാചകന്റെ കൂടെ നിന്ന ഗേഹസി നയമാന്റെ രഥത്തിന്റെ പിറകെ ഓടി. പ്രവാചകൻ പറഞ്ഞു, യോർദാൻ നദി മുങ്ങിയിട്ട് വിട്ടോളം പറഞ്ഞു, ഇങ്ങോട്ട് ഈ ഭാഗത്തേക്കും കണ്ടേക്കരുത്, ഗുണം പിടിക്കാത്തവൻ്റെ ദോത്രാച്ചിയൊന്നും ആർക്കും വേണ്ട, പൊക്കോളം പറഞ്ഞു വിടുന്നു. അവൻ അങ്ങനെ പോകുമ്പോൾ കൂടെ നിന്ന അസിസ്റ്റന്റ് ഉപദേശി എന്തു പറ്റി? പിറകെ ഓടിപ്പോയി ഒരു കെട്ട് ഒരു ചുമട് ചുമന്ന് വീട്ടിൽ കൊണ്ട് വെച്ചു. അഴിച്ചു നോക്കിയപ്പോൾ ചോദിക്കാത്തൊരു സാധനം കൂടി കിട്ടിയെന്നാണ് കഥ. ഒരു പാക്കേജ് ഉണ്ടായിരുന്നു, അതിൽ കുഷ്ഠം എന്ന് പറഞ്ഞ പോലെ പലരും വ്യവസ്ഥ വിട്ട് ശുശ്രൂഷകൾ ചെയ്യുന്നത് കൊണ്ട് കുഷ്ഠരോഗികളായിത്തീരുക. കുഷ്ഠം പാപത്തിന് നിഴലായിട്ടാണ് വചനം പഠിപ്പിക്കുന്നത്. പാപത്തിൽ വീണു പോവുക പലരും. ഹല്ലേലൂയ. നാദാബും അബീഹുവും എന്ത് ചെയ്തു? വചന വ്യവസ്ഥ വിട്ടുള്ള ശുശ്രൂഷകൾ ചെയ്ത് തങ്ങളോട് കൽപ്പിച്ചാത്ത പലതും ചെയ്തുകൊണ്ട് എന്ത് പറ്റി? അവര് ചത്തുപോയി, ദഹിപ്പിച്ചു കളഞ്ഞു. ഇന്നും ആത്മീയ ഗോളത്തിൽ സത്യമായിട്ട് ഞാൻ പറയുന്നു, ദൈവവചന വ്യവസ്ഥ വിട്ട് ചെയ്യുന്ന ശുശ്രൂഷകൾ ചെയ്യുന്നവര് ആത്മീയമായി ചത്ത് കിടക്കുകയാണ്. അവർ ഡെഡാണ്. ആ ഡെഡായ അവസ്ഥയിൽ കിടന്നുകൊണ്ട് അവർ വല്ലതുമൊക്കെ വിളിച്ചു പറയുകയാണ്. അത് കേൾക്കാൻ പ്രാർത്ഥിക്കാത്ത, വചനം ധ്യാനിക്കാത്ത, ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന ദൈവസ്നേഹമില്ലാത്ത പലരും അത് പോയി കേട്ട് അവരും ചത്തുകൊണ്ടിരിക്കുക. മുന്നറിയിപ്പ് തരിക. രക്ഷപ്പെട്ടോ? എല്ലായിടത്തും എല്ലാവരും പറയുന്നതൊന്നും ദൈവവചനമല്ല. വചനത്തിൽ കൂട്ടുചേർത്ത് പറയുക, വചനത്തെ മറിച്ച് കളഞ്ഞ് പറയുക, വചനത്തെ കോട്ടിക്കളഞ്ഞാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ശക്തമായി വിളിച്ചു പറയുന്നു, കർത്താവും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും തന്നിരിക്കുന്ന വചനത്തിൻ്റെ ഒരു വള്ളി, ഒരു പുള്ളി മാറ്റാൻ ആർക്കും അവകാശമില്ല. കർത്താവും അപ്പോസ്തലന്മാരും തന്നിരിക്കുന്ന വചനത്തെ, പുതിയ നിയമസഭയുടെ ഉപദേശത്തെ
തെറ്റിച്ച് പറയുന്ന ആര് പറഞ്ഞു കേട്ടാലും അത് കേൾക്കരുത്. അത് കേട്ടാൽ അത് മറ്റൊരു സുവിശേഷമാണ്, അതിൻ്റെ പിന്നിൽ മറ്റൊരു ആത്മാവാണ്, അവർ പ്രസൻറ്റ് ചെയ്യുന്നത് മറ്റൊരു ക്രിസ്തുവിനെയാണ്. അത് നാശത്തിലേക്ക് നമ്മളെ നടത്താനിടയായിത്തീരും. എനിക്കിത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിച്ച വാക്യം നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവന് വേണ്ടി നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് പ്രവർത്തിപ്പിക്കും. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. യേശുവിൻ്റെ പിറകെ നടന്ന ഒരു കൂട്ടം ജനത്തിന് അപ്പം വാഴ്ത്തി നുറുക്കി ഭക്ഷിക്കാൻ കൊടുത്തു. നമുക്കറിയാം ആ ചരിത്ര യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അത് കിടപ്പുണ്ട്. അപ്പം അതൊക്കെ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ചതിന് ശേഷം എന്ത് ചെയ്തു? അവര് പിറ്റേ ദിവസവും കിട്ടുമോ എന്നറിഞ്ഞു വന്നിരിക്കുക. ഹല്ലേലൂയ. തിബിരിയാസ് കടൽക്കരയിലെ വെച്ച് നടന്ന സംഭവമായി. വലിയൊരു കൂട്ടം ജനം വന്നു. ഇവർക്ക് തിന്മാൻ അപ്പം ഇവിടുന്ന് കൊടുക്കും, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. അവരുടെ കയ്യിലൊന്നുമില്ല, ഇന്നത്തെ ശിഷ്യന്മാരുടെ കയ്യിലൊന്നുമില്ല. അതുകൊണ്ടാണ് വല്ലതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിയായിട്ട് തിന്നാൻ കൊടുക്കാനൊന്നുമില്ല. അതുകൊണ്ട് വായി വരുന്നതൊക്കെ വിളിച്ച് പറയുക, മനസ്സിൽ തോന്നുന്നതൊക്കെ പറയുക. ഇതൊന്നും ആർക്കും ഒരു ഗുണവുമില്ല പ്രിയമുള്ളവരെ. സത്യവചനം പ്രസംഗിക്കണം. ക്രൂശിൻ്റെ വചനം നശിപ്പോന്നവർക്ക് പോഷത്വവും, രക്ഷിക്കപ്പെടും നമുക്ക് ദൈവശക്തി. ദൈവത്തിൻ്റെ ശക്തി വചനത്തിലുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിലുണ്ടല്ലോ, ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ആ വചനത്തിൻ്റെ ശക്തിയാൽ സകലതും ഉളവായി വന്നു. അതേ വചനത്തിൻ്റെ ശക്തിയാണ് യേശു പറയുന്നത്. ഞാനും പിതാവ് ഒന്നത്രേ എന്ന് കർത്താവ് പറഞ്ഞല്ലോ. അപ്പൊ യേശു പറയുന്ന വചനത്തിന് ശക്തിയുണ്ട്. ഞാൻ നിങ്ങൾ സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ഈ ആത്മാവും ജീവനുമാകുന്ന വചനം തന്നെ സഭയെ പഠിപ്പിക്കണം. പുതിയ നിയമം തന്നെ സഭയെ പഠിപ്പിക്കണം. സങ്കീർത്തന വായന വായിച്ച് പഠിപ്പിക്കുന്ന സിസ്റ്റം നിർത്തിക്കളയണം. സങ്കീർത്തനത്തിൽ നമുക്ക് പ്രസംഗിക്കാം. സന്ദർഭോചിതമായ ആത്മനിയോഗത്താൽ പല കാര്യങ്ങളും സങ്കീർത്തനത്തിൽ നിന്ന് പ്രസംഗിച്ച് തന്നെ ആകണം. ഞങ്ങളൊക്കെ അത് പ്രസംഗിക്കാറുണ്ട്. ബാലന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് അങ്ങനെ, നിന്റെ വചനത്താൽ എന്നെ സൂക്ഷിക്കുന്നത് തന്നെ, നിന്റെ വചനം 1000 പൊൻവെള്ളി നാണയത്തേക്കാൾ ഉത്തമമാകുന്നു. അതൊക്കെ നമുക്ക് എടുക്കാവുന്ന വചനങ്ങളാണ്. എന്നാൽ ആ വ്യവസ്ഥിതി നിലനിൽക്കുന്നത് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല്. ഇത് നമ്മൾ ഓർത്തോണം. അതുകൊണ്ടാണ് സങ്കീർത്തന വായന സഭകളിൽ അപകടം വരുത്തി വെക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സങ്കീർത്തനം പ്രസംഗിക്കാം സന്ദർഭോചിതമായി. ഇപ്പം കല്യാണ ശുശ്രൂഷ വരുമ്പോൾ 45-ാം സങ്കീർത്തനത്തിൽ ഞാൻ പ്രസംഗിക്കും. അല്ലയോ കുമാരി കേൾക്കുക, ചെവിചായിക്കുക, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്കുക, അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. മണവാട്ടി സഭയും മണവാളനെയാണ് അവിടെ കാണിക്കുന്നത്. ക്രിസ്തുവാകുന്ന മണവാളൻ ഒരുങ്ങി നിൽക്കേണ്ട മണവാട്ടിയെ മനോഹരമായ നിലയിൽ വിവാഹ ശുശ്രൂഷയിലെടുത്ത് പ്രസംഗിക്കാറുണ്ട് ഞങ്ങളൊക്കെ. ഇന്നിപ്പോൾ അതൊന്നുമില്ല. ഇന്നൊക്കെ വെറുതെ ചുമ്മാ വല്ലതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ബഹുഭൂരിപക്ഷം കല്യാണത്തിന് ഞാൻ ചെന്നുകൊണ്ട് പറയുക, അടക്ക സമയത്താണ് പുതിയ നിയമം പ്രസംഗിക്കുന്നത്. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തല്ല, ഹേ മരണമേ നിന്റെ ജയമവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ. എന്തോ ഒരു ശൗര്യമാണെന്നറിയോ പാസുമാർ. അതുവരേക്കും എന്താ വെട്ടും കുത്തും, മോശയുടെ ഏലിയാവിൻ്റെയും ദാവീദിൻ്റെ വെട്ടും കുത്തും യുദ്ധങ്ങളും ഒക്കെയാണ്. അതൊക്കെ കേട്ട് 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 വിശ്വാസികളും വെട്ടും കുത്തും യുദ്ധമായിട്ട് നടക്കുക. ഇപ്പോൾ പകയും വിദ്വേഷം പിണക്കവും ഒന്നും പോയിട്ടില്ല. നല്ലൊരു ശതമാനം 25 വർഷം എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളുടെ മുമ്പേ തുറന്നു വയ്ക്കുന്നത്. തമ്മിൽ സ്നേഹിക്കാനുള്ള ക്രിസ്തുവിൻ്റെ ഉപദേശം പഠിപ്പിക്കേ. ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറയാം. പുതിയതെന്ന് പറഞ്ഞാൽ അത് പഴയത് തന്നെയാ. എന്താ പഴയത്? എന്താ ഈ പുതിയതെന്ന് പഴയതെന്നൊക്കെ പറയുന്നത്? നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. വിശ്വാസികൾ തമ്മിൽ സ്നേഹിക്കണം. സ്നേഹമെന്നുള്ളത് ഇന്ന് അറ്റുപോയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ സ്നേഹത്തെക്കുറിച്ച് 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിൽ സ്നേഹത്തെക്കുറിച്ചൊരു അധ്യായം തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തന്നിരിക്കുക. അത് പറഞ്ഞ് അതിൻ്റെ ഉള്ളിൽ 13-11 ഒരു കൊച്ചുവാക്യം എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു. പുരുഷനായ ശേഷം ശിശുവിനുള്ളത് തേച്ചു കളഞ്ഞു. അതിനാ 13-ാം വാക്യം അങ്ങനെ കൊണ്ട് വച്ചേക്കുന്നത്. 13-11 ശിശു ജഡീകനായി പോയാൽ തമ്മിൽ സ്നേഹിക്കാൻ പറ്റത്തില്ല. കുഞ്ഞുങ്ങളുടെ സ്നേഹത്തിന് സെക്കൻഡുകളേ ഉള്ളൂ ദൈർഘ്യം. എനിക്കൊരു കുഞ്ഞുണ്ട്, അതുകൊണ്ടാണ് ഈ പറയണേ. ഭയങ്കര സ്നേഹമൊക്കെ സെക്കൻഡുകളേ ഉള്ളൂ.
വല്ലതും കൊടുത്താലും വല്ലതും കൊടുത്തുകൊണ്ടിരുന്നാൽ അവൻ്റെ ഇംഗിതങ്ങൾ നിറവേറ്റിക്കൊണ്ടിരുന്നാൽ ഭയങ്കര സ്നേഹമാണ്. അവൻ ചെയ്യുന്ന തെറ്റുകളെ തിരുത്തിയാൽ ഭയങ്കര ദേഷ്യം അവനോട്. അതാണ് ശിശു, അതാണ് ജഡികൻ, അതാ ഇന്ന് സഭയിൽ കിടക്കുന്ന നല്ലൊരു ശതമാനവും. പാസ്റ്റർ അവരെ തിരുത്താൻ പോയാൽ പാസ്റ്ററിൻ്റെ ശുശ്രൂഷ അട്ടപ്പാടിയിലായിരിക്കും, പിന്നെ അട്ട കടിക്കുന്നിടത്ത് തെക്കയിലേ നടന്നുകൊണ്ടിരിക്കുന്നേ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആ പ്രിയപ്പെട്ടവരെ, നിത്യജീവന്റെ മൊഴികൾ സഭയിൽ പ്രസംഗിക്കണം. അവർക്ക് കേൾക്കാൻ മനസ്സുണ്ടോ കേൾക്കാൻ മനസ്സിൽ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നിത്യതയിൽ എത്തിക്കാനുള്ള പ്രസംഗങ്ങളായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ദൈവരാജ്യം, സ്വർഗരാജ്യം ആയിരിക്കണം പ്രസംഗം. പ്രവൃത്തി 28 2 സ്ഥലത്ത് പൗലോസ് പറയുന്നു, പൗലോസിന്റെ പ്രസംഗം ദൈവരാജ്യം സ്വർഗരാജ്യമായിരുന്നു. കർത്താവിൻ്റെയും അപ്പോസ്തലന്മാരുടെയും, എന്തിനേറെ പറയുന്നു, യോഹന്നാൻ സ്നാപകന്മാരെ തന്നെ വന്ന് പ്രസംഗിച്ചത് എന്താ? ദൈവരാജ്യം, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ്. ഇന്നത്തെ പ്രസംഗം 10% 20 തരണം. ഇതെവിടെ നിന്ന് വന്നു ഈ പ്രസംഗം? ദ്രവ്യാഗ്രഹത്തിൻ്റെ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ നമ്മുടെ പ്രസംഗ വിഷയം നിത്യജീവൻ, സ്വർഗരാജ്യം, ദൈവരാജ്യം.